ഹായ് ഗൈസ്, നമുക്ക് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു ഭജനയ്ക്ക് പോവാം. ഞാൻ അങ്ങനെ റെഡിയായി വൈകുന്നേരമായപ്പോൾ ഞാനും സവനയും കൂടെ നേരെ മെട്രോ കയറി അവിടെ എത്തി. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുവെളുപ്പാങ്കാലം തൊട്ട് ആൾക്കാർ കസേരയോട്ട് വെയിറ്റ് ചെയ്തിരിക്കുക പരിപാടിക്ക്. ഒരു ലോഡ് ജനക്കൂട്ടം. ഒരുപാട് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നവരുടെ പരിപാടിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിയിൽ പരിപാടി. അങ്ങനെ ആ ജനക്കൂട്ടത്തിൽ നുഴഞ്ഞു കയറി ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ചെന്ന് നിന്നു. അങ്ങനെ കുറേ നേരം നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഇരിപ്പായി. കാലൊക്കെ വേദനിച്ചിട്ട് പരിപാടി തുടങ്ങണതിന് മുന്നേ കാല് വേദനിച്ചു തുടങ്ങി. പരിപാടി അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഉഷാറായി. വർത്ത് ഓൾ ദി എഫേർട്സ്. ഇവരുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ വലിയ ഫാനാണ് ഞാൻ, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. തീരെ അമ്പലവാസി അല്ലാത്ത ഞാൻ ആകെ കൂടെ 2 കാര്യത്തിനാണ് അമ്പലവാസിയാവുന്നത്. 1 പാട്ട്, 2 ഡാൻസ്. ഈ 2 കാര്യങ്ങൾക്ക് മാത്രമേ എനിക്ക് ദൈവമുള്ളൂ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി നിന്ന് ഞാൻ അവസാനം വരെ നിൽക്കേണ്ടി വന്നു. ആദ്യം തൊട്ടേ അത് അവരെപ്പോൾ പാടുന്ന ആലോചിക്കായിരുന്നു. അങ്ങനെ ഈ ഒരു പാട്ടും കൂടെ പാടി അവരങ്ങനെ അവസാനിപ്പിച്ചു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല, ഒരു തവണയെങ്കിലും ഇവരുടെ പാട്ട് കേൾക്കാൻ പോകണം. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം നടന്നു കിട്ടി. ഈ പാട്ടുകളുടെയൊക്കെ ഫാനാക്കി മാറ്റി തന്നത് ഈ നന്ദഗോവിന്ദം ഭജൻസ് ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഇറങ്ങി നടന്ന് നല്ല തിരക്കായി. നമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിൽ പോയി. അപ്പോൾ ശരി, ബൈ.